നടൻ സൂര്യയുടെ കരിയർ തന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞിടത്തു നിന്നും സൂര്യ പോട്ടർ എന്ന സിനിമയിലൂടെ ആശാൻ തിരിച്ചു വന്ന പോലെ നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡായ യമഹ ഒരു ഒന്നൊന്നര കമ്പാക്ക് കൊടുക്കുന്നുണ്ട്. അത് RX-100 അതെ, 1980കളുടെ ആദ്യ പകുതി SD250 ബുള്ളറ്റ് 350 എന്നിവ ഇന്ത്യൻ റോഡുകളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോഴാണ് എസ്കോർട്സ് എന്ന ട്രാക്ടർ കമ്പനിയുടെ സഹായത്തോടുകൂടെ ഒരു ജപ്പാൻ കമ്പനിയായ യമഹ ഇന്ത്യൻ വിപണിയിലേക്ക് ചുവടുവയ്ക്കുന്നത്. എന്നാൽ അന്ന് എസ്കോർട്സ് എന്ന കമ്പനിക്ക് അറിയില്ലായിരുന്നു ഇന്ത്യൻ ജനമനസ്സുകളിൽ ആഴത്തിൽ വേരൂന്നാൻ പോകുന്ന ഇടിപെട്ട ഐറ്റങ്ങളാണ് ഇതിലൂടെ പിറക്കാൻ പോകുന്നത്. അതെ, 1983 യമഹയുടെ ആദ്യ വണ്ടിയായ RD350 ഇന്ത്യൻ വിപണിയിലേക്ക് ഇറങ്ങി. പെർഫോമൻസിന്റെ കാര്യത്തിൽ ജാവയും എൻഫീൽഡും ഒന്ന് ഉയർത്തെങ്കിലും മൈലേജിന്റെ കാര്യത്തിൽ യമഹയ്ക്ക് ശരിക്കും ഒന്ന് പാളി. പറഞ്ഞു വരുമ്പോൾ ആദ്യ വണ്ടിയായ RD350 ശരിക്കും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ കുരിശേറ്റത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ അത് മിശിഹ അല്ലാതിരിക്കണമെന്ന് പറയുന്ന പോലെ യമഹയുടെ കഥ അങ്ങനെ അവസാനിക്കുന്നതായിരുന്നില്ല. കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം 1985 യമഹയുടെ രണ്ടാമത്തെ വണ്ടി വിപണിയിലേക്ക് ഇറങ്ങി, RX-100 എന്ന പേരോടുകൂടെ. ഇവന്റെ വരവോടുകൂടെ യമഹയുടെ വണ്ടികൾ ചൂടൊപ്പം വിറ്റുപോകുന്ന വേഗതയിലാണ് സെയിൽസ് വർദ്ധിച്ചത്. ഈ കാലഘട്ടത്തിൽ തന്നെ RX-ന്റെ മൊണോപ്പൊളി മറികടക്കാനായി ഷോഗൺ ഉൾപ്പെടെ നിരവധി വണ്ടികൾ നിരത്തിലിറങ്ങിയെങ്കിലും മാരാര് പറയുന്ന പോലെ RX-ന്റെ തട്ട് താണ് തന്നെ. 1996 ഗവൺമെന്റ് സെറ്റ് ചെയ്തിട്ടുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സ് പാലിക്കാത്തതിന് RX-ന്റെ മാനുഫാക്ചറിംഗ് നിർത്തലാക്കി. ഈ സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന നിയമം ഇവിടെ വർക്കൌട്ടായി. അങ്ങനെ മോഹ വിലക്കെടുക്കുന്ന ചുരുക്കം ചില വണ്ടികളുടെ പട്ടികയിൽ RX-100 എന്ന ഈ മോഡലും ഇടം പിടിച്ചു. അതെ, 98 cc, 11 PH, നിമിഷ നേരം കൊണ്ട് 110 എന്ന ടോപ്പ് സ്പീഡിലേക്ക് പറന്നെത്താൻ കഴിയുന്ന കരുത്ത്.